ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ഷൊർണൂരിന്റെ കരുത്തിൽ കോഴിക്കോട് ടൗൺ ബീച്ച് ഇനി കൂടുതൽ സുന്ദരം. വഴിയോര കച്ചവടക്കാർക്കായി ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരുക്കിയ 84 കിയോസ്കുകൾ ബീച്ചിന്റെ മുഖച്ഛായ മാറ്റുന്നു. കോഴിക്കോട് ടൗൺ ബീച്ചിലെ വഴിയോര കച്ചവടക്കാർക്കിനി ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകിയ കിയോസ്കുകളിൽ കച്ചവടം നടത്താം. കോഴിക്കോട് കോർപ്പറേഷന്റെ പുനരധിവാസ പദ്ധതിക്ക് കരുത്തും സൗന്ദര്യവും നൽകി ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിർമ്മിച്ച 84 വെൻഡിംഗ് കിയോസ്കുകളാണ് ടൗൺ ബീച്ചിന്റെ മുഖച്ഛായ മാറ്റാനൊരുങ്ങുന്നത്. നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിച്ച് കോഴിക്കോട് ബീച്ചിനെ കൂടുതൽ ഭംഗിയുള്ളതും പ്രകൃതി സൌഹൃദവുമാക്കി നിലനിർത്തുക എന്ന കോർപ്പറേഷന്റെ ലക്ഷ്യത്തിന് വലിയ പിന്തുണയാണ് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് നൽകിയത്. ആകർഷകമായ വിവിധ നിറങ്ങളിലുള്ള കിയോസ്കുകളുടെ ഫ്ളാഗ് ഓഫ് പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. വെൻഡിംഗ് കിയോസ്കുകളുടെ നിർമ്മാണവും വിതരണവും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മെറ്റൽ ഇൻഡസ്ട്രീസ് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സംവിധാനങ്ങൾ കേരളത്തിനകത്തും പുറത്തും വിനോദസഞ്ചാര മേഖലകളിൽ വ്യാപിപ്പിക്കുകയാണെങ്കിൽ പദ്ധതിയുമായി സഹകരിക്കാൻ തങ്ങൾക്ക് സന്തോഷമേയുള്ളൂ എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. മെറ്റൽ ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ ലക്ഷ്മി നാരായണൻ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, മെറ്റൽ ഇൻഡസ്ട്രീസ് ഡയറക്ടർ P ശ്രീകുമാർ, മുൻ ഡയറക്ടർ MR മുരളി, വാർഡ് കൌൺസിലർ K പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ നമ്മുടെ ചെയർമാൻ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു തിരിച്ചുവരവിന്റെ കാലഘട്ടത്തിലാണ് അല്ലേ? ഏത് ഒരു യാത്ര ചെയ്യുന്ന റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിന് ചിലപ്പോൾ കയറ്റങ്ങളുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അർത്ഥമുണ്ടാവും, പിന്നെ വീണ്ടും കയറ്റമുണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു പുരാതനമായ ഒരു വ്യവസായ കേന്ദ്രമാണ് ഇൻഡസ്ട്രീസ്. മെറ്റലുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമായി ഷൊർണൂരിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു സ്ഥാപനമായി ഷൊർണൂരിൻ്റെ എല്ലാ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വ്യവസായ മേഖലയിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഈ താഴ്ചയിൽ നിന്ന് നമ്മൾ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യവസായമായി വീഡിയോ വ്യവസായത്തിന്റെ ഭാഗമായുള്ള CCV ന്യൂസ്, ഷൊർണൂർ.